ഇതെന്തത്? ഇവിടെ ഈ വീട്ടില് കഴിക്കാനായിട്ടൊന്നും ഇല്ലേ? ഇവിടെ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടേ കുറെ ദിവസമായി. അത് മിക്കവാറും നാശമുണ്ടാവും. ഫ്രിഡ്ജിൽ പോലും വെച്ചിട്ടില്ല. ഇവിടെ പിന്നെ വേറെ ഒന്നും കഴിക്കാനില്ല. എനിക്കാണെങ്കിൽ നല്ലോണം വിശക്കുണ്ട്. ഇവിടെ ഓവനിലൊന്നും ഇല്ല. ഞാൻ ബർഗറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബർഗറൊക്കെ ആ ഷിൻചാനും ചോപ്പും തിന്ന് തീർത്തു. എനിക്ക് ഒരെണ്ണം പോലും ബാക്കി വെച്ചില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഇനിയിപ്പോൾ അതിന് നിവർത്തിയുള്ളൂ. ഇവിടെ ഇപ്പോൾ വീട്ടിൽ ഒരു സാധനം പോലും കഴിക്കാനില്ല. ഈ ഷിൻചാൻ എവിടെയാ? നമുക്ക് അവനെയും ഹോട്ടലിൽ കൊണ്ടുപോവാം. ഒരു മിനിറ്റ്, ഇതെന്തത്? ഗൈസ്, ഇത് നോക്കിയേ. ഇവിടെ ഒരു കപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരു കോഫിയുടെ കപ്പാ. എനിക്ക് തോന്നണതേ ഷിൻചാൻ ഓൺലൈനിൽ കോഫിയൊക്കെ ഓർഡർ ചെയ്തുന്നാ. ഓൺലൈനിൽ കോഫി ഓർഡർ ചെയ്യാൻ പറ്റേ, അത് വേറെ കാര്യം. സ്റ്റാർബക്സ് എന്നൊക്കെ ഓർഡർ ചെയ്യാം. ഇത് പക്ഷേ സ്റ്റാർബക്സ് ഒന്നുമില്ല. ഇതൊരു സാധാ കോഫിയാ. എന്തുട്ടായാലും ഒരു കാര്യം ചെയ്യാം. ഈ കോഫി ഒന്ന് കുടിക്കാം. രാവിലെ എനിക്ക് പച്ചവെള്ളം പോലും കുടിച്ചില്ല. ഇതെന്തത്? ഈ കോഫി ഭയങ്കര തണവാണല്ലോ. ആദ്യം ഇവിടെ ഇരുന്നിട്ട് കുറെ നേരം ഉണ്ടാവും. അതുകൊണ്ട് തണുത്തു പോയിണ്ടാവും. ഈ കോഫിക്ക് പിന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. മധുരം പോലില്ല. തീരെ മധുരമില്ല. ഈ അണ്ണൻ എങ്ങോട്ടേക്കാ പോയേ? ഇവിടെ വീട്ടിലൊന്നും കാണാല്ലേട്ടാ. എനിക്ക് പിന്നെ എന്താണാവോ നല്ലോണം വിശക്കുണ്ട്. നമുക്ക് അണ്ണൻ്റെ കൂടെ ഹോട്ടലിലേക്ക് പോവാം. അണ്ണൻ പിന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഫ്രാങ്ക്ലൈനാ, അതെ, എനിക്ക് നല്ലോണം വിശക്കുണ്ട്. നമുക്ക് വല്ല ഹോട്ടലിൽ പോയല്ലോ. ശരി. എടാ ഷിൻചാനെ, നീയല്ലേ നേരത്തെ ബർഗറൊക്കെ കഴിച്ചേ? എന്നിട്ട് വീണ്ടും വിശക്കുണ്ടെന്നാ. നിങ്ങൾ പിന്നെ എനിക്ക് ഒരു ബർഗർ പോലും മാറ്റിച്ചില്ല. ഒക്കെ തിന്ന് തീർത്തില്ലേ? ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല. അണ്ണാ, ഞാനാകെ ഒരു ബർഗർ മാത്രമേ കഴിച്ചുള്ളൂ. ആ ബാക്കി 2 ബർഗറും ചോപ്പാ കഴിച്ചേ. അണ്ണന്റെ ബർഗറും ചോപ്പാണ് കഴിച്ചേ. ആണോ? എന്നാ ശരി. എടാ ഷിൻചാനെ, വന്ന് വണ്ടിയിൽ കയറ്. നമുക്കേ വല്ല ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. നമുക്ക് പിന്നെ ചോപ്പനെ കൊണ്ടുപോകണ്ട. ചോപ്പനിപ്പോൾ എന്തായാലും വിശക്കുണ്ടാവില്ല. ഞാൻ പിന്നെ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ലേ. വീട്ടിലാണെങ്കിൽ ഒരു സാധനം പോലും തിന്നാനില്ല. എന്നാ പിന്നെ നമുക്ക് ഹോട്ടലിൽ പോവാം. ഒരു മിനിറ്റ്, ഇതെന്തത്? എനിക്കിവിടെ എന്താ സംഭവിക്കണേ? അയ്യോ, എനിക്ക് കണ്ണ് കാണാനില്ല. വണ്ടി ഇടിച്ചൂലോ. അണ്ണാ, എന്താ പറ്റിയേ? നേരെ നോക്കി വണ്ടി ഓടിക്ക്. ഇതാരുടെ വീട്ടിലേക്കാ പോണേ? അണ്ണാ, എന്തേലും പ്രശ്നമുണ്ടാ? എടാ ഷിൻചാനെ, എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. എനിക്ക് കണ്ണ് കാണാനില്ല. അത് മാത്രല്ല, വയറിന് എന്തൊരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്കിവിടെ വണ്ടി ഓടിക്കാനും പറ്റണില്ല. എടാ ഷിൻചാനെ, എന്തപ്പോ ചെയ്യാ? ഇനിയിപ്പോ എന്താ ചെയ്യാ? അണ്ണാ, വണ്ടി നിർത്ത്. ഒരു സൈഡിൽ നിർത്ത്. എടാ ഷിൻചാനെ, വണ്ടി നിർത്താൻ പറ്റണില്ല. വണ്ടി എങ്ങനെ നിർത്താ? ഇതിന്റെ ബ്രേക്ക് എവിടെയാ? എനിക്ക് ബ്രേക്ക് കാണാനില്ല. എടാ, എനിക്കൊന്നും കാണാനില്ലടാ. ഞാൻ എവിടെയാണോ വണ്ടി ഓടിക്കണേ? അണ്ണാ, ഒരു കാര്യം ചെയ്യ്. നേരെ വീട്ടിലേക്ക് വിട്ടോ. അണ്ണന് ചിലപ്പോ വിശന്നിട്ടേ ഗ്യാസ് കയറിണ്ടാവും. ചിലപ്പോ അതായിരിക്കും സംഭവിച്ചിണ്ടാവുക. ചെറുതായിട്ട് തല കറങ്ങണ പോലെ ഫീൽ ചെയ്യും. ആടാ ഷിൻചാനെ, അത് ശരിയാണ്. എനിക്ക് എന്താണാവോ ചെറുതായിട്ട് തല കറങ്ങണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, ഒരു കാര്യം ചെയ്യാം. നേരെ വീട്ടിലേക്ക് പോവാം. എനിക്ക് വീട്ടിൽ പോയിട്ടേ ഒന്ന് കിടന്നുറങ്ങണം. എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും പറ്റണില്ല. 1 hour later. ഗൈസ്, ഇവിടെ നമ്മുടെ അണ്ണനെ കുറെ നേരമായിട്ട് കിടന്നുറങ്ങുക. ഭയങ്കര ഉറക്ക. അണ്ണാ, എനിക്ക് മതി ഉറങ്ങിയത്. അണ്ണനിപ്പോ ഓക്കെ അല്ലേ? ഇതെന്തത്? അണ്ണൻ ഒന്നും മിണ്ടണില്ല. ഫ്രാങ്ക്ലൈനാ, അണ്ണൻ ചത്ത? ചത്തട്ടൊന്നുമില്ല. ജീവനോടെ ഉണ്ട്. എടാ ഷിൻചാനെ, നീ ഒരു കാര്യം ചെയ്യ്. നീ ഹോട്ടലിൽ പോയിട്ടേ 2 പിസ്സ മേടിച്ചോണ്ട് പോവാ. നിനക്കും എനിക്കും മാത്രം മേടിച്ചാൽ മതി. ആ ചോപ്പന് മേടിക്കണ്ട. അവൻ നേരത്തെ ബർഗർ കഴിച്ചില്ലേ, അത് മതി. ആണോ? എന്നാ ശരി, ഞാൻ പോയിട്ട് പിസ്സൊക്കെ മേടിച്ചോണ്ട് വരാം. അല്ലെങ്കിലും ചോപ്പിനെ ഇവിടെ കാണാനില്ല. ചോപ്പ് എങ്ങോട്ടേക്കാണോ പോയേ? എന്തെങ്കിലും ആവട്ടെ. നമുക്കപ്പോൾ തൽക്കാലം ബൈക്ക് എടുത്തിട്ട് പോവാം. ഈ അണ്ണൻ എന്നിട്ട് പണി കാണിച്ചേ? ആ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ചോലോ. എന്നാ പിന്നെ നമുക്ക് കാർ എടുത്തോണ്ട് പോവാം. എടാ ഷിൻചാനെ, പൂവല്ലേ പൂവല്ലേ, നിക്ക്. ഇങ്ങോട്ടേക്ക് വന്നേ. ഇവിടെ ഇപ്പൊ എന്താണ്ടായേ? ഈ അണ്ണനിപ്പോ എന്തിനാ കിടന്ന് വിളിക്കണേ? ഈ അണ്ണൻ എന്താ പ്രശ്നം? എന്താ ഉണ്ടായേ?
രാവിലെ തൊട്ട് തുടങ്ങിയതാ. ഒരു മിനിറ്റ്, ഫ്രാങ്ക്ലിനാ, ഇതെന്തത്? അണ്ണൻ എന്താ പറ്റിയേ? അണ്ണൻ ഇങ്ങനല്ലായിരുന്നല്ലോ. എടാ ഷിൻചാനെ, ഇവിടെ എനിക്ക് എന്താണോ സംഭവിക്കണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇത് നോക്കിയേ, എനിക്ക് വല്ലാണ്ട് വണ്ണം കൂടി. നേരത്തെ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, എനിക്ക് ഇത്രയും വണ്ണം ഉണ്ടായിരുന്നില്ല. ഇതെന്താണാവോ പെട്ടെന്ന് വണ്ണം കൂടി? എടാ ഷിൻചാനെ, എനിക്ക് എന്തോ കാര്യമായിട്ട് രോഗമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോ. എനിക്ക് എന്താണോ സംഭവിച്ചേ, പെട്ടെന്ന് വണ്ണം കൂടി. എനിക്ക് എങ്ങനെയെങ്കിലും പഴയ പോലെ ആവണം. എടാ ഷിൻചാനെ, വായോ, ഹോസ്പിറ്റലിൽ പോവാം. 2 hours later. ഗൈസ്, നമ്മളിവിടെ അണ്ണനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുട്ടാ. കുറെ നേരേ. ഡോക്ടറെ, എന്തായി? എന്താ പ്രശ്നം? എടാ ഷിൻചാനെ, അത് പിന്നെ നിന്റെ അണ്ണനെ ഒരു രോഗമുണ്ട്. ഇത് പിന്നെ ഒരു റെയർ ആയിട്ടുള്ള ഡിസീസാ. ഇതൊരിക്കും ആണുങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ല. സംഭവം വേറൊന്നുമില്ല, നിന്റെ അണ്ണനെ പ്രഗ്നന്റാ, ഗർഭിണിയായിട്ട് മാറിയേക്ക. ഓ, ഗർഭിണി എന്ന് പറയാൻ പറ്റില്ല, ഗർഭണനായിട്ട് മാറിയേക്ക. ഗർഭിണനാ? ഡോക്ടറെ എന്തായി പറയണേ? എൻ്റെ അണ്ണൻ പ്രഗ്നന്റ് ആണ്. അതെങ്ങനെ സംഭവിക്കണേ? ആണുങ്ങള് എങ്ങനെ പ്രഗ്നന്റ് ആവാ? അതെ, ഞാൻ ശരിക്കും ഡോക്ടറാണോ? സത്യം പറ, എനിക്ക് തന്നെ സംശയമുണ്ട്. എടാ ഷിൻചാനെ, ഞാൻ കാര്യമായിട്ടാ പറയണേ, നിന്റെ അണ്ണനെ ഒരു ഗർഭിണനാ. നിന്റെ അണ്ണന്റെ വീട്ടിലെ 3 കുട്ടികളുണ്ട്. ഫ്രാങ്ക്ലിനാ, അതെ, നമുക്ക് ഇവിടുന്ന് പോവാം. ആ ഡോക്ടറിന് ഭ്രാന്താന്ന് തോന്നുന്നുണ്ട്. അണ്ണൻ ഗർഭിണനാണ് അത് പറയണേ. എടാ ഷിൻചാനെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? ഫ്രാങ്ക്ലിനാ, ഇനിയിപ്പോ ഒരാൾക്ക് മാത്രമേ അണ്ണനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ലെസ്റ്റർ അണ്ണനാ. ഒരു കാര്യം ചെയ്യാം, നമുക്കില്ലേ ലെസ്റ്ററിന്റെ വീട്ടിലേക്ക് പോവാം. ഇനിയിപ്പോ ലെസ്റ്ററിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? എന്നാ ശരി, നീ നേരെ ലെസ്റ്ററിന്റെ വീട്ടിലേക്ക് വിട്ടോ. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ചാനൽ സബ് ചെയ്യുക. നമ്മളങ്ങനെ ലെസ്റ്ററിന്റെ വീട്ടിലേക്ക് വന്നേക്കാ. അണ്ണാ, ലെസ്റ്റർ ദേ അവിടെ നിൽക്കുന്നുണ്ട്. ലെസ്റ്റർ അണ്ണാ, ലെസ്റ്റർ അണ്ണാ, അതെ, നൈസായിട്ട് പണിപ്പാളി. നമ്മുടെ അണ്ണനെ ഒരു ഗർഭിണനായിട്ട് മാറിയേക്കാ. അണ്ണൻ പ്രഗ്നന്റാ. പ്രഗ്നന്റാന്നാ? എടാ ഷിൻചാനെ, നീ എന്തായി പറയണ്? ആണുങ്ങള് എങ്ങനെ പ്രഗ്നന്റ് ആവുക? എടാ ഫ്രാങ്ക്ലിന്, നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് എങ്ങനെ വണ്ണം കൂടിയേ? ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എടാ ഫ്രാങ്ക്ലിന്, എന്താ പറ്റിയേ? എടാ ലെസ്റ്ററെ, എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെ ഒരു കോഫി കുടിച്ചു, അത് കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താണോ സംഭവിച്ചേ, പിന്നെ എനിക്ക് തീരെ സുഖമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ദേ ഇതേപോലെ ഡോക്ടർമാർ പറയണത് ഞാൻ പ്രഗ്നന്റ് ആന്ന്. പക്ഷെ അതെങ്ങനെ സംഭവിക്കണ്? ആണുങ്ങളെങ്ങനെ പ്രഗ്നന്റ് ആവുക? ഇവിടത്തെ ഡോക്ടർമാർക്ക് പ്രാന്താന്ന് തോന്നുന്നുണ്ട്. എടാ ലെസ്റ്ററെ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. എനിക്കിതേപോലെ നടക്കാൻ പറ്റില്ല, നാണക്കേടാവണു. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക? എടാ ലെസ്റ്ററെ, നീ എന്തെങ്കിലും ചെയ്യ്. എടാ ഫ്രാങ്ക്ലിനെ, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്നിട്ടതിനും ഒരു കാര്യം പറയാം, നീ പ്രഗ്നന്റ് അല്ല, അത് ഉറപ്പാണ്. നീ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ എന്തോ കോഫിയൊക്കെ കുടിച്ചൂന്ന്. ചിലപ്പോ ആ കോഫിയിലെ ആരെങ്കിലും വല്ല വിഷം ചേർത്തുണ്ടാവും. അത് കുടിച്ചപ്പോഴും നിനക്ക് എങ്ങനെ സംഭവിച്ചേ? നീ അങ്ങനെ പ്രഗ്നന്റ് ആവില്ല, ചാൻസ് ഒന്നുമില്ല. ആടെ ലെസ്റ്ററെ, അതൊക്കെ മനസ്സിലായി. പക്ഷെ എനിക്ക് ഈ കോലത്തിലെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, നാണക്കേടാവും. എല്ലാവരും എന്നെ കളിയാക്കും. ലെസ്റ്ററെ, എന്തേലും ചെയ്യ്, എന്നെ എങ്ങനെയെങ്കിലും പഴയ പോലെ ആക്ക്. നിന്നിപ്പോ എങ്ങനെയാ പഴയ പോലെ ആക്ക? ആ, ഒരു ഐഡിയ ഉണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, ഷിൻചാനെ, നിങ്ങൾ പണ്ട് ഓഗിയുടെ കാർട്ടൂൺ കണ്ടിട്ടുണ്ടാ? അതിലൊരു എപ്പിസോഡ് ഉണ്ട്. അതിൽ ഓഗിയുടെ വയറ്റിലേക്ക് ആരോ എയർ അടിക്കും. ആ കോക്രോച്ചസ് വന്ന് എയർ അടിക്കും. അന്നേരം ഓഗിയുടെ വയറ് വലുതാവും. ഈ ഓഗി എന്താ വിചാരിക്കുക? ഓഗി പ്രഗ്നന്റ് ആയിന്ന്. ഓഗി അങ്ങനെ വിചാരിക്കും. പക്ഷെ അവൻ ആക്ച്വലി പ്രഗ്നന്റ് അല്ല. അതാ പൊട്ടന് മനസ്സിലാവില്ല. അപ്പോഴാണ് ഒരു ദിവസം ജാക്ക് വരാ. ജാക്ക് എന്താ ചെയ്യാ? ഓഗിയുടെ വയറമേ ഒരു കുത്തങ്ങ് കുത്തും, ഒരു സൂചി എടുത്ത്. അന്നേരം ഓഗിയുടെ എല്ലാ കാറ്റും പോവും. പിന്നീട് അവൻ പഴയ പോലെയാവും. എടാ ലെസ്റ്ററെ, നീ അപ്പം എന്താ ചെയ്യാൻ പോണേ? എൻ്റെ വയറ്റിൽ കുത്താൻ പോവാണോ?
എടാ ലെസ്റ്ററെ അതൊന്നും വേണ്ട. എന്താടാ ഫ്രാങ്ക്ലിന്, നിനക്ക് സൂചി പേടിയാണോ? സൂചി പേടിയാന്നാ? എടാ ലെസ്റ്ററെ നീ എന്തേ പറയണ്? കത്തി കൊണ്ട് വരെ കുത്തുകൊണ്ടുണ്ട്, അപ്പോഴല്ലേ സൂചി. ആണോ? എന്നാ ശരി. എടാ ഫ്രാങ്ക്ലിനെ, നീ അവിടെ തന്നെ കൊടുക്ക്, ഞാനിപ്പോ ഒരു സൂചിയും കൊണ്ട് വരാം. എൻ്റെ കയ്യിൽ ഒരു സിരിഞ്ച് ഉണ്ടായിരുന്നു. ആ സിരിഞ്ച് എവിടെ വെച്ചേ? അതെനിക്ക് ഓർമ്മയില്ല. ഇവിടെ എവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ എനിക്ക് ഒരു സിരിഞ്ച് കിട്ടിയേക്കാ. ഈ ചെറിയ സിരിഞ്ചൊക്കെ മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്രാങ്ക്ലിൻ്റെ വയറുമേ ഒരു കുത്തങ്ങ് കുത്താം. അന്നേരം എല്ലാ കാറ്റും പോവും. പിന്നീട് ഫ്രാങ്ക്ലിൻ പഴയ പോലെയാവും. അല്ലാണ്ട് അവൻ പ്രഗ്നൻ്റ് ഒന്നുമില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എടാ ഫ്രാങ്ക്ലിനെ, നീ അങ്ങനെ കിടന്നാ മതി. ഞാനിപ്പോൾ നിന്റെ വയറുമേ കുത്താൻ പോവാ. വേദന ഒന്നും എടുക്കില്ല. 3, 2, 1, ലെറ്റ്സ് ഗോ. ഫ്രാങ്ക്ലിൻ അണ്ണ എനിക്ക് അണ്ണം പഴയ പോലെ. എന്തൊട്ട്? ഞാൻ പഴയ പോലെയാ? എടാ ലെസ്റ്ററെ, ഷിൻചാനെ, ഞാൻ ദേ പഴയ പോലെ. ഹാവു, എന്തെങ്കിലും ആവട്ടെ. നേരത്തെ എന്താണോ സംഭവിച്ചേ? ഒരു മിനിറ്റ്, ഇതെന്തത്? ഇവിടെ ഡയമണ്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. 3 ഡയമണ്ട്സ് ഉണ്ട്. ഇതൊക്കെ ആരുടെയാ? എടാ ഫ്രാങ്ക്ലിനെ, ഇതൊക്കെ നിന്റെയാ. ആ ഡയമണ്ട്സ് ഒക്കെ നിന്റെ വയറ്റിൽ നിന്നാ വന്നേ. എന്തുട്ട്? എൻ്റെ വയറ്റിൽ നിന്നാ? അതെങ്ങനെ? ഇവിടെ എന്താ സംഭവിക്കണേ? എന്നിട്ടായാലും ഒരു കാര്യം ഉറപ്പാ, ഞാൻ നേരത്തെ ആ കോഫി കുടിച്ചില്ലേ, അതിലെന്തോ ഒരു കെമിക്കൽ ഉണ്ട്. ആരോ എന്തോ ഒരു വിഷം ചേർത്തുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഈ ഡയമണ്ട്സ് പിന്നെ ഒറിജിനലാ, അല്ലാണ്ട് ഫേക്ക് ഒന്നുമല്ല. 3 ഉണ്ട്. ഇവിടെ ലെസ്റ്ററെ